ഹായ് ഗൈസ്, വെൽക്കം ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ മെറ്റൽസ് നമുക്കറിയാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ്, അതേപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് മെറ്റൽസ്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച് തന്നിട്ടുണ്ട് മെറ്റൽസിനെ കുറിച്ചിട്ട്. പക്ഷേ അതിൽ ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ലാഗ് അടുപ്പിക്കാണ്ട് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയടാ. Which metal have the best electrical conductivity? ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽ അഫ്കോഴ്സ് ഏതാണ്? സിൽവർ ആണ് അല്ലെ? ഏതാണ്? സിൽവർ ആണ്. ഏതാണ് ആൻസർ? എന്ത് വരും അപ്പോ? സിൽവർ ആണ് അല്ലേ? സിൽവർ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റല്. അതുകൊണ്ടാണ് അതിന് എവിടെ യൂസ് ആക്കാത്തത് നമ്മുടെ ഈ പോസ്റ്റിലൊക്കെ യൂസ് ആക്കാത്തത്. കാരണം എന്താ? സിൽവറിന് നല്ല പൈസ കൂടുതലല്ലേ. നമ്മുടെ ഈ പോസ്റ്റിലും നമ്മുടെ വീട്ടിലത്തെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വയേഴ്സിലൊക്കെ യൂസ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മൾ മുടിഞ്ഞു പോകുന്ന അമ്പാന്റെ മക്കളൊന്നും അല്ലല്ലോ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്കത് യൂസ് ആക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സിൽവർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് നോക്കാം. Aluminium foil is used to pack food. Which property of the aluminium is used here? അലൂമിനിയം ഫോയില് നമ്മളെ ഫുഡൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഏത് പ്രോപ്പർട്ടി ഓഫ് അലൂമിനിയം ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ചോദ്യം. ഏത് പ്രോപ്പർട്ടിയാണ്? അലൂമിനിയം എന്ന് പറയുന്ന ഒരു കുഞ്ഞു സാധനമാണ് അല്ലെ? അതിന് നമ്മൾ അടിച്ചടിച്ച് ചപ്പാത്തി പോലെ ആക്കിയിട്ടാണ് അത്രയും വലിയൊരു ഫോയിൽ ആക്കിയിട്ടുള്ളത്. അപ്പൊ ഏത് പ്രോപ്പർട്ടിയാടാ? നമുക്ക് ഹാമറിങ് ചെയ്തുകൊണ്ട് ഒരു മെറ്റലിനെ അടിച്ചടിച്ച് നല്ല ചപ്പാത്തി പരിവാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാലിയബിലിറ്റി അല്ലെ? എന്താ പറയാ? മാലിയബിലിറ്റി. അപ്പൊ ഇവിടെ ഏത് പ്രോപ്പർട്ടിയാണ് കാണുന്നത്? മെറ്റലിന്റെ മാലിയബിൾ പ്രോപ്പർട്ടി ആണ് കാണുന്നത്. ഓക്കെ, അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെറ്റൽസ് ആർ യൂസ്ഡ് ടു മേക്ക് ബെൽസ്. മെറ്റൽസ് ബെൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ഷോസ് ഹിയർ? ഏത് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ആണ് ഇവിടെ ഷോ ചെയ്യുന്നത്? നമുക്കറിയാം, ബെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഹാർഡ് സബ്സ്റ്റൻസ് വെച്ച് അടിക്കുമ്പോൾ അവിടെ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? അപ്പൊ മെറ്റൽസ് ഒരു ഹാർഡ് സബ്സ്റ്റൻസ് വഴി അടിക്കുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ആവാനായിട്ടുള്ള കഴിവിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആ പ്രോപ്പർട്ടി നമ്മൾ എന്താ വിളിക്കുന്നേടാ? സൊണോരിറ്റി എന്നാണ് വിളിക്കുക അല്ലെ? സൊണോരിറ്റി എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സൊണോരിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ നമുക്കറിയാം, നമുക്ക് കുറെ മെറ്റൽസിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. മെറ്റാലിക് ലസ്റ്റർ, വാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, അതുപോലെ തന്നെ ഹാർഡ് മെറ്റൽസ്, സോഫ്റ്റ് മെറ്റൽസ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ് അല്ലെ? അപ്പൊ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പ്രോപ്പർട്ടിയും നല്ലോണം പഠിച്ചു വെക്കണം എക്സാമിന്. ഞാനിവിടെ അതിന് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ അതിന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാനായിട്ട് തയ്യാറായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണ്. ഗീവ് റീസൺ ഫോർ ദി ഫോളോയിങ്. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ റീസൺസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേടാ. ബട്ടർ മിൽക്ക് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലൂമിനിയം ബോട്ടിൽ. ബട്ടർ മിൽക്ക് അലൂമിനിയം ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്നില്ല. എന്താണ് അതിന്റെ റീസൺ? എന്തുകൊണ്ടാണ് ബട്ടർ മിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ മോര്, അത് അലൂമിനിയം ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്നില്ല? എന്താണ് അതിന്റെ റീസൺ? നമുക്കറിയാം, ബട്ടർ മിൽക്കിൽ ഒരു ആസിഡ് ഉണ്ട് അല്ലെ? ബട്ടർ മിൽക്കിൽ എന്തുണ്ടാ? ഒരു ആസിഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് അലൂമിനിയം ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ അലൂമിനിയം എന്ന് പറയുന്ന ആരാ? ഒരു മെറ്റൽ അല്ലേ? അഫ്കോഴ്സ് മെറ്റൽസും ആസിഡും കൂടെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? റിയാക്ഷൻ ടേക്സ് പ്ലേസ് അല്ലെ? എന്തുണ്ടാവും? റിയാക്ഷൻ ടേക്സ് പ്ലേസ്. റിയാക്ഷൻ അവിടെ സംഭവിക്കും. അപ്പൊ റിയാക്ഷൻ ഉണ്ടായ ഒരു വസ്തു, കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായ ഒരു വസ്തുവിനെ നമുക്ക് തിന്നാനോ കുടിക്കാനോ പറ്റുമോ? അഫ്കോഴ്സ് ഇല്ല. അത് നമ്മുടെ വെയിറ്റിന് പ്രശ്നം ഉണ്ടാക്കൂലേ? അതുകൊണ്ടാണ് ബട്ടർ മിൽക്ക് അലൂമിനിയം ബോട്ടിൽ സ്റ്റോർ ചെയ്യാത്തത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? കോപ്പർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക് വയേഴ്സ്. കോപ്പർ ഇലക്ട്രിക് വയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം യൂസ് ആക്കുന്നുണ്ട്. എന്താണ് അതിന്റെ റീസൺ? ഇലക്ട്രിക് വയേഴ്സ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഒരു മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ വയേഴ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കോപ്പറിന് എന്തുണ്ടാവടാ? കോപ്പർ ഹാവ് ഹൈ ഇലക്ട്രിക്കൽ, നോട്ട് ഹൈ അല്ലെ?
ഹൈ എന്ന് പറയാനില്ല, എന്നാലും എന്തുണ്ട്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, അതുപോലെ തന്നെ കോപ്പറിനെ വലിച്ചു നീട്ടാനുള്ള കഴിവില്ലേ, കോപ്പറിനെ വലിച്ചു നീട്ടാനായിട്ടുള്ള കഴിവില്ലേ, വലിച്ചു നീട്ടാനായിട്ടുള്ള കഴിവിനെ നമ്മൾ എന്താ പറയാ, ഡക്റ്റൈൽ പ്രോപ്പർട്ടി എന്നാണ് പറയാ. അപ്പൊ ഡക്റ്റിലിറ്റിയും ആർക്കുണ്ട്, നമ്മുടെ കോപ്പറിനുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, അയോൺ എക്യുപ്മെന്റ്സിനെ കോസ്റ്റൽ റീജിയൻ ദാറ്റ് റെസ്റ്റ് ക്വിക്കലി. നമ്മൾ കോസ്റ്റൽ റീജിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കടൽ തീരത്തുള്ള അയോൺ എക്യുപ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. എന്താണ് അതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് തുരുമ്പ് പിടിക്കുന്നത്? നമുക്കറിയാം കടൽ തീരത്തുള്ള കാറ്റിലും അതുപോലെ തന്നെ വായുവിലൊക്കെ എന്തുണ്ട്, സോൾട്ടിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ സോൾട്ടിന്റെ കണ്ടന്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, റസ്റ്റിംഗ് നടക്കുന്നതും വളരെയധികം ക്വിക്കലി ആയിരിക്കും. അതുകൊണ്ടാണ് കടൽ തീരത്തുള്ള അയേൺസ് എല്ലാം പെട്ടെന്ന് എന്ത് ചെയ്യുന്നതടാ, തുരുമ്പ് പിടിക്കുന്നത്. അപ്പൊ എന്ത് പറയാം, coastal areas have larger salt content, so presence of salt makes rusting quickly, അല്ലേ, റെസ്റ്റിംഗ് ക്വിക്കലി. ഓക്കെ, അപ്പൊ അതും സെറ്റ് അല്ലേ. ഈ മെറ്റൽസ് ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്, നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇപ്പൊ നമ്മള് നേരത്തെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും ചെയ്തില്ല. നമുക്കറിയാം മെറ്റൽസ് തുരുമ്പ് പിടിക്കാനായിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ അല്ലെ, അറ്റ്മോസ്ഫിയറിലുള്ള എയർ പാർട്ടിക്കിൾസും അതുപോലെ തന്നെ എയറീറ്റ മോളിക്യൂൾസ് കണ്ടന്റ് ഒക്കെയാണ് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനായിട്ട് സഹായിക്കുന്നത്, അല്ലെങ്കിൽ റെസ്റ്റിംഗ് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സംഭവങ്ങൾ അതൊക്കെയാണ്. പിന്നെ റെസ്റ്റിംഗ് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മൾ പഠിച്ചില്ലേ, പെയിന്റ് വാർണിഷ് ചെയ്യുക, പെയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോൺ കൊറോസീവ് മെറ്റൽ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ മെറ്റലിനെ കോട്ട് ചെയ്യുക, ഇതൊക്കെ പഠിച്ചില്ലേ നമ്മള്. ഞാൻ ഇവിടെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നോട്ടിൽ എഴുതി തന്നിട്ടുള്ളത് കാരണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, സം മെറ്റൽസ് ആർ ഗിവൺ. ചില മെറ്റൽസ് നമുക്ക് തന്നിട്ടുണ്ട്, സിങ്ക്, അയോൺ, മഗ്നീഷ്യം, കോപ്പർ. സിങ്കും അയോണും മഗ്നീഷ്യവും കോപ്പറും ആണ് നമുക്ക് തന്നിട്ടുള്ള മെറ്റൽസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വിച്ച് വൺ ഓഫ് ദ മെറ്റൽസ് ദാറ്റ് റിയാക്ട് വൈക്രസ്ലി വിത്ത് വാട്ടർ. ഏത് മെറ്റൽ ആയിരിക്കും ഇതിൽ ഏറ്റവും പെട്ടെന്ന് വാട്ടറിനെ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്? നമുക്കറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾ ഓഫ് കോഴ്സ് മഗ്നീഷ്യം ആയിരിക്കും, അല്ലെ. പെട്ടെന്ന് റിയാക്ട് ചെയ്യണം, വൈഗ്രസ്ലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യണം. ഓഫ് കോഴ്സ് അത് ഏതായിരിക്കും, മഗ്നീഷ്യം ആയിരിക്കും. Okay. ഇനി which gas evolved when metals react with hydrochloric acid? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മെറ്റൽ റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസ് ആയിരിക്കും അവിടെ നിന്ന് ഉണ്ടാവുക? ഏത് ഗ്യാസ് ആയിരിക്കും അവിടെ നിന്ന് ഉണ്ടാവുക? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മെറ്റൽ റിയാക്ട് ചെയ്തു, അപ്പൊ ഏത് ഗ്യാസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക? നമുക്കറിയാം മഗ്നീഷ്യവും HCl കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് MgCl+H2 ആണ്. അപ്പൊ ഏത് ഗ്യാസ് ആണ് അവിടെ ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഏത് ഗ്യാസ് അവിടെ ഉണ്ടാവുക? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ഗ്യാസ് സിമ്പിൾ അല്ലേ? അപ്പൊ അതും സിമ്പിൾ ആണ്. Then next question, the freshly cut surface of sodium metal has a shining appearance. Which property of the metals that exhibit here? നമ്മൾ ഫ്രഷ്ലി ആയിട്ട് ഒരു സോഡിയം മെറ്റൽ കട്ട് ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ ആ കട്ട് ചെയ്ത ആ ഒരു മെറ്റലിന് നല്ല തിളക്കമുണ്ടാകും. അപ്പോ ഈ തിളക്കം കാണിക്കുന്നത് നമ്മളുടെ ഏത് പ്രോപ്പർട്ടി മൂലമാണ് എന്നാണ് ചോദ്യം. ഏത് പ്രോപ്പർട്ടിയാ? നമുക്കറിയാം ഒരു മെറ്റൽസ് നല്ലോണം തിളക്കം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓർമ്മ വരും ഏത് പ്രോപ്പർട്ടിയാ അവിടെ ഡിനോട്ട് ചെയ്യുന്നത്? മെറ്റാലിക് ക്ലസ്റ്റർ ആണ്, അല്ലെ. മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് സോഡിയം കെറോസിനിൽ കെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഞാൻ എഴുതി തന്ന ക്വസ്റ്റ്യൻ ആണ് ഓൾറെഡി. എന്തുകൊണ്ടാണ്? സോഡിയം പെട്ടെന്ന് അയറിനായിട്ട് റിയാക്ട് ചെയ്യും, എന്നിട്ട് അത് തുരുമ്പ് പിടിക്കാനോ അല്ലെങ്കിൽ ഡികമ്പോസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് എന്തിലോട്ട് സൂക്ഷിക്കുന്നത്? സോഡിയത്തിനെ കെറോസിനിലോട്ട് കെപ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. സോഡിയം is kept in kerosene because
ഇറ്റ് റിയാക്ട്, പെട്ടെന്ന് റിയാക്ട് ചെയ്യും അല്ലെ, ഇറ്റ് റിയാക്ട് vigorously with air, പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ, കാരണം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി മോസ്റ്റ് ഓഫ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ പിന്നെ അതന്നെ ഞാൻ ഇവിടെ ചെയ്ത് വെറുതെ എന്തിനാണ് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ സോഡിയത്തിന്റെ കേസായിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്യിപ്പിച്ചതാണ്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. fill in the blanks. Tungsten dash ഇട്ടിട്ടുണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഡക്റ്റിലിറ്റി. അത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ എന്താ ഫില്ല് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവണില്ല. കോപ്പർ കുക്കിംഗ് വെസൽസ്, കുക്കിംഗ് വെസൽസ് കണ്ടു. കോപ്പർ അപ്പൊ കുക്കിംഗ് വെസൽസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഫില്ല് ചെയ്യുന്നത്, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഫില്ല് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഡക്റ്റിലിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് അടിസ്ഥാനത്തിൽ വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്? അതിന്റെ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ടീച്ചർ എടുത്ത് എഴുതിയാണേ. ടങ്സ്റ്റൺ used in which situation, അല്ലെ ഏത് സിറ്റുവേഷനിലാണ് അത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പ്രോപ്പർട്ടി. ഇതാണ് നമുക്ക് ഈ 3 സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. 3 സ്ഥലം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടങ്സ്റ്റൺ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ടങ്സ്റ്റൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിലമെന്റ് ബൾബിൽ അല്ലെ, ബൾബിത്തെ ഒരു കുഞ്ഞി നേരിയ ഒരു സാധനമാണ് എന്ത്, ടങ്സ്റ്റൺ. അപ്പൊ ഫിലമെന്റ് ബൾബിലാണ് ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നത് അല്ലെ. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫിലമെന്റ് ബൾബ്. ഇനി അതിന്റെ പ്രോപ്പർട്ടി എന്താടാ? പ്രോപ്പർട്ടി എന്താണ്? ഹൈ മെൽറ്റിംഗ് ആൻഡ് ഡക്റ്റിലിറ്റി അല്ലെ. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്. പക്ഷെ അതിനെ നല്ലോണം വലിച്ചു നീട്ടാനും പറ്റും. ഉപ്പ ടെമ്പറേച്ചറിൽ ഒന്നും അത് ഉരുക്കി പോവേയില്ല. അടുത്ത എന്താണ്? കോപ്പർ. കോപ്പർ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുണ്ട്? കുക്കിംഗ് വെസൽസ്. കുക്കിംഗ് വെസൽസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മെൽറ്റ് ആവാണ്ടിരിക്കണം അല്ലെ. അതെന്ത് ചെയ്യണം? മെൽറ്റ് ആവാണ്ടിരിക്കണം. മെൽറ്റ് ആവാണ്ടിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടിനെ നമ്മൾ എന്താ പറയാ? ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി എന്നൊക്കെയല്ലേ പറയാ. ആ ഒരു മെറ്റൽ മെൽറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും. അതിന് എത്രത്തോളം ടെമ്പറേച്ചറിനെ വേണമെങ്കിലും കടത്തി വിടാനായിട്ടുള്ള ശേഷിയുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെറ്റേഴ്സ്. കാരണം നമ്മൾ ഓൾറെഡി മെറ്റേഴ്സിൽ തരുന്നു തോന്നുന്നു ഞാൻ കെമിക്കൽ ചേഞ്ചിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോട്ടിൽ ചെയ്യിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പൊ ആ നോട്ടിലത്തെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മളിപ്പോ വീഡിയോയിൽ കാണുന്ന ക്വസ്റ്റ്യൻസും എല്ലാവരും നല്ലോണം എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യുക, എന്റെ മക്കൾ നല്ലോണം ഇരുന്ന് പഠിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്മസ് എക്സാമിന് ഇവിടുത്തെ എക്സാം ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്കൂളത്തെ എക്സാം ആയിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നല്ലോണം പഠിച്ച് നല്ല ഉഷാറായിട്ടിരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു.